ഇതിലൊരു ഗ്ലാസ്സാണ് മാവ്. ഈ ഒരു ഗ്ലാസ് മാവിന് നമ്മൾ ഈ ഒരു ഗ്ലാസ്സും ഒരു ഏകദേശം ഒരു അര ഗ്ലാസ് കൂടുതൽ ചൂടുവെള്ളം ഇങ്ങനെ കരുതുക. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, കുറച്ച് വെള്ളം കരുതിയിട്ടുണ്ട്. അപ്പോൾ ഒന്നിന് ഒരു 1.25 മുതൽ 1.5 വരെ വെള്ളം, ഒരളവിന് 1.25 1.5 വെള്ളം. അപ്പോൾ അത് നന്നായിട്ട് വെട്ടി തിളക്കണം. ഞാൻ ആദ്യമേ തിളപ്പിച്ച് വെച്ചു വെള്ളം, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇത് കുറച്ചായിട്ട് ഇട്ട് ഇളക്കണം. അപ്പോൾ ഇളക്കി കഴിഞ്ഞിട്ട് കാണിക്കും. ഇതാണ് എൻ്റെ പോയിൻറ്റ്. ഒരു ഗ്ലാസ് പൊടിയെടുത്താൽ ഒരു 1.25 മുതൽ 1.5 ഗ്ലാസ് വരെ. 1.25 ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിക്കുക, ഇത്തിരി ഉപ്പിടുക, കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. എന്നിട്ട് വെട്ടി തിളക്കുമ്പോൾ പൊടി ഇട്ടിട്ട് ഇളക്കുക. ഇളക്കിയിട്ട് വെള്ള കളർ കാണാൻ പാടില്ല. പിന്നെ ഇങ്ങനെ എടുത്ത് നോക്കിയാൽ ഒട്ടാതെ ഇങ്ങനെ ഉരുണ്ട് വരണം, കണ്ടോ? പക്ഷേ സോഫ്റ്റായിരിക്കണം, വളരെ കട്ടിയും പാടില്ല. കട്ടിയാണെങ്കിൽ ശകലം വെള്ളം നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. മാവ് കുഴച്ചതിന് ശേഷം നമുക്ക് വേണമെന്ന് വെച്ചാൽ കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കണ്ടോ? ചൂടുണ്ടെങ്കിൽ അല്പം വെള്ളം കയ്യിലിട്ടിട്ട് എന്നിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. ചൂടോടുകൂടി നമ്മൾ പിഴിയണം. പെൺകാലിങ്ങനെ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചു. അപ്പോൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ നാഴിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ തടവി ശകലം ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഉണ്ടാക്കുക. പിന്നെ നമുക്ക് ചൂട് വരാണെങ്കിൽ തൽക്കാലം കയ്യിലൊത്തിരി വെള്ളം വെച്ചിങ്ങനെ ആക്കിയിട്ട് ചൂട് എന്നിട്ട് അടച്ച് വയ്ക്കാം.